സെറ്റ് ഔട്ട് ചെയ്ത് വള്ളി വലിച്ചിട്ടിരിക്കുന്ന പ്ലോട്ടിൽ ഫുട്ടിങ്ങിൻ്റെ ഓരോ കോളവും ചോക്കുപൊടി വെച്ച് മാർക്ക് ചെയ്ത് മണ്ണെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരുന്നത്. 1500 സ്ക്വയർ ഫീറ്റിൽ 5 കടമുറികളോട് കൂടിയ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ സെറ്റ് ഔട്ടാണിത്. ആകെ മൊത്തം 12 കോളം ഫുട്ടിങ്ങുകളാണ് ഈ ബിൽഡിങ്ങിന് വന്നിരിക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ എല്ലാ കോർണറുകളിലും ജോയിൻറ്റുകളും വരുന്ന സ്ഥലത്താണ് നമ്മൾ ഫുട്ടിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന നീളവും വീതിയും ഉയരവും എന്ന് പറയുന്നത് 4 അടിയാണ്. 4 അടി നീളവും 4 അടി വീതിയും 4 അടി താഴ്ചയിലുമാണ് ഒരു കോളം ഫൂട്ടിങ് എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. മാർക്കിംഗ് ഈസി ആകാനായിട്ട് 2 അടി നീളമുള്ളൊരു പലക നമ്മുടെ കയ്യിലുണ്ട്. മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് ഹിറ്റാച്ചി സൈറ്റിൽ എത്തിയിട്ടുണ്ട്. പന്ത്രണ്ട് കോളം ഫൂട്ടിങ്ങുകളും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യ ഫൂട്ടിങ്ങിൻ്റെ മണ്ണെടുത്തപ്പോൾ തന്നെ ഏകദേശം നമുക്ക് മണ്ണിൻ്റെ ഘടന മനസ്സിലായിട്ടുണ്ട്. ലൂസ് മണ്ണ്, ചില ഇടങ്ങളിൽ ലൂസായിട്ടുള്ള മണ്ണും ചില ഏരിയകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കല്ല് ചേർന്നിട്ടുള്ള മണ്ണുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്ന മണ്ണ് നമ്മൾ ഫുട്ടിങ്ങിനകത്ത് തന്നെ നിക്ഷേപിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബീമിനകത്തും ഫൗണ്ടേഷനകത്തും മണ്ണ് നിറയ്ക്കേണ്ടതുണ്ട്. ഫുട്ടിങ്ങുകളുടെ അകത്ത് തന്നെയാണ് മണ്ണ് നമ്മൾ കൂനയായി കൂട്ടിയിടുന്നത്. ആദ്യത്തെ ഫുട്ടിങ്ങിൽ 4 അടി താഴ്ച കിട്ടിയെങ്കിലും രണ്ടാമത്തെ ഫുട്ടിങ് ആയപ്പോൾ നമുക്ക് കല്ലുകളാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അതായത് പാറയോട് ചേർന്ന മണ്ണാണ് ഇവിടെ ധാരാളം ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് അധികം താഴ്ത്തേണ്ട സാഹചര്യം വരുന്നില്ല. രണ്ടാമത്തെ ഫുട്ടിങ് 2.5 അടി താഴ്ത്തിയപ്പോൾ തന്നെ കല്ലായതുകൊണ്ട് നമ്മളത് അവിടെ വെച്ച് നിർത്തി അത് ലെവൽ ചെയ്ത് ആ ഫുട്ടിങ്ങിൻ്റെ ഡെപ്ത് അത് മതിയെന്ന് വെച്ചു. അടുത്ത ഫുട്ടിങ്ങിലോട്ട് കയറി കഴിഞ്ഞപ്പം നല്ല രീതിയിൽ താഴ്ന്ന് നമുക്കതൊരു 3.5 അടി, ഏകദേശം 4 അടി അടുത്ത് താഴ്ച കിട്ടിയിട്ടുണ്ട്. പല ഫൂട്ടിങ്ങുകളും എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത്, പ്ലോട്ടിൻ്റെ പല സ്ഥലങ്ങളിലും മണ്ണിൻ്റെ ഘടന വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ചില ഫൂട്ടിങ്ങിൻ്റെ കുഴികൾ വളരെ ഹാർഡായിരുന്നു. അതുകൊണ്ട് തന്നെ 1 അടി 2 അടി 2.5 അടി ഇതുപോലെയൊക്കെയാണ് നമുക്ക് താഴ്ത്താൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ
ചില ഇടങ്ങളിൽ വളരെ ലൂസ് സോയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹാർഡ്നെസ് വരുന്നോളം വരെ താഴ്ത്തിയപ്പോൾ 4 അടി വരെ നമുക്ക് താഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2.25 മണിക്കൂർ കൊണ്ട് 12 ഫുട്ടിങ്ങുകളും നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്താനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.